നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സുപ്രീം കോടതി. ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. There is already a stay in the execution of Ms. Nimshapriya. So, from the petitioner side, we have made a request to the Honorable Supreme Court that we are intent to send a delegation to Yemen for the further negotiations. We means the petitioner organization, the representatives of petitioner organization as well as the representatives of this Kandapuram Abubakar Musliar, who is leading the blood money negotiations in Yemen. Two representatives from the petitioner organization and two representatives from the Marcus of Honorable Kandapuram Abubakar Musliar. And today, then the court agreed to that our submission, and court directed the Union government, the government of India, to consider our request. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു എന്നാണല്ലോ കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചത്. അപ്പോൾ എത്രമാത്രം പ്രതീക്ഷ വയ്ക്കാം? എൽദോ, അതായത് ഇന്ന് അവർ പ്രധാനമായും ഉന്നയിച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത് ഒരു 6 അംഗ നയതന്ത്ര സംഘത്തെ ഈ യമനിലേക്ക് അയക്കണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതിയിൽ ഇന്ന് ആക്ഷൻ കൗൺസിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് 2 പേർ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളും ഒപ്പം തന്നെ 2 പേർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ പ്രതിനിധികളും 2 പേർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരും ആണ് എന്നുള്ളതായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ചില പേരുകൾ കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായ സുപ്രീം കോടതി അഭിഭാഷകൻ, കൗൺസിലിൻ്റെ നിയമോപദേശകനുമായിട്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കേട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഒപ്പം തന്നെ കൗൺസിൽ ട്രഷറർ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട്, മറ്റൊന്ന് മുസ്ലിം പണ്ഡിതനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, യമനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഹാമിദ് എന്നിവരുടെയും പേരുകളാണ് ഈ 4 പേർ. മറ്റ് 2 പേർ ഈ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന 2 പേർ, അങ്ങനെ 6 പേരെ യമനിലേക്ക് അയക്കാനുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും അവർ ഈ ഹർജി പരിഗണിക്കവേ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിൽ കോടതി പറഞ്ഞത് ചെയ്യാവുന്നതാവുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യണം, വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തു നൽകണം. ഈ കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ട് അതിനൊരു അനുകൂല നടപടി സ്വീകരിക്കൂ എന്നുള്ളതായിരുന്നു കോടതി ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അവർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ സംഘം അവിടെ പോയി വീണ്ടും ഒരു തരത്തിലുള്ള ചർച്ചകൾ കൂടി നടത്താനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോഴും ഈ തലാലിൻ്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദിയാദാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അവർ അടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള കാര്യം. അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അവർ അടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി അടുത്ത മാസം ഓഗസ്റ്റ് 14 പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ ശിക്ഷാവിധി കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നടപ്പാക്കേണ്ടിയിരുന്നത്. അത് പിന്നീട് മാറ്റിവെച്ചിരുന്നു. അത് ഇനി എന്ന് നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇതുവരെയും പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഈ കേന്ദ്ര സംഘത്തെ, ഈ ഒരു നയതന്ത്ര സംഘത്തെ യമനിലേക്ക് അയച്ചാൽ അതൊരു പക്ഷേ ഈ യമൻ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി കൂടുതൽ ചർച്ച നടത്തുന്നതിനും കൂടുതൽ നടപടികളിലേക്ക് പോകാനും ഒക്കെ അത് സ്വീകാര്യമാകുമെന്ന് തന്നെയാണ് ഇവർ കരുതുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള അനുമതിക്കാണ് ഇനി കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയേക്കും. ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഒരു സമിതി അല്ലെങ്കിൽ ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടൽ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത നേരത്തെ വരുത്തിയില്ലായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഇന്നത് എതിർത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. ഓരോ മണിക്കൂറുകളും നിമിഷപ്രിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സൂചിപ്പിച്ചതുപോലെ എന്തായാലും വളരെ കഠിന പ്രയത്നം തന്നെ നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ. അതിൽ എല്ലാ കോണിൽ നിന്നുള്ള ഇടപെടലാണ് ആവശ്യപ്പെടുന്നത് ആക്ഷൻ കൗൺസിൽ. ഇന്ന് കോടതി അക്കാര്യമാണ് അറിയിച്ചതും. ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ നേരത്തെ ഡൽഹിയിൽ പ്രതികരിച്ചത് ഒരിക്കൽ കൂടി. ഇന്ന് അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ
ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്.